ഒരു വ്യക്തിയോട് നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കഴിക്കണം, നടക്കുമോ എന്നറിയില്ല എന്നതാണ് അതിന്റെ മറുപടി. നിങ്ങളൊരു വീടുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അവിടെയും സംശയമാണ്. നമ്മൾ ഉറപ്പിച്ചു വച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം ജനിച്ച അന്ന് മുതൽ മരിക്കും എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. നിങ്ങൾ മരിക്കുമോ എന്ന് ചോദിച്ചാൽ മരിക്കാനും മരിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഭൂമി ലോകത്തൊരു മനുഷ്യനും പറയില്ല. അത് ഞാനും നിങ്ങളും ഉറപ്പിച്ചു വെച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 1-2 വരികളിലൂടെ മരണത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമൻ നസലത് ബിസാഹതിൽ മനായ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ. ആരുടെയെങ്കിലും വീടിന്റെ മുറ്റത്ത് ഈ മരണം വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ, ആകാശ ലോകങ്ങളോ ഭൂമിയുടെ വിശാലതയോ ഒന്നും അവനെ സംരക്ഷിക്കുകയില്ല, രക്ഷപ്പെടുത്തുകയില്ല. വഅർളുല്ലാഹി വാസിഅത്തുൻ വലാകിൻ ഇദാ നസലൽ ഖലാ ലാഖൽ ഫലാഉ എന്നാണ്. ആ അല്ലാഹുവിന്റെ ഖലാ ഉണ്ടല്ലോ, മരണം എന്ന ആ വിധി, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ ലാഖൽ ഫലാഉ, അന്തരീക്ഷം മുഴുവനും നമുക്ക് കുടുസായി തോന്നുമെന്നാണ്. നമ്മൾ 1500 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ആ വീടിന്റെ ഡൈനിങ് ഹാളിൽ വിശാലമായ ആ ഇടത്തിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിലും, ഇനി മരുഭൂമിയിൽ വെച്ചാണ് നമ്മൾ മരിക്കുന്നത് എങ്കിലും മരണത്തിന്റെ ആ ഇടുസതയും കുടുസതയും ഉണ്ടല്ലോ, അത് നമ്മളെ പിടികൂടും എന്നതാണ് ഇവിടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അടുത്തുള്ളവർക്കോ അകന്നു നിൽക്കുന്നവർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മറ്റേതെങ്കിലും അധികാരികൾക്കോ ഏതെങ്കിലും നിലക്കുള്ള അസറ്റ് കൊണ്ടോ നമ്മുടേതായ സ്വാധീനം കൊണ്ടോ ഒന്നും തന്നെ അതിൽ നിന്ന്, അതിന്റെ പിടുത്തത്തിൽ നിന്ന് ഓടി മാറാൻ സാധ്യമേ അല്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആ ഹുൽഖൂമിൽ അതെത്തിക്കഴിഞ്ഞാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, മരിക്കുന്നവരും ആ മരണത്തിന് സാന്നിധ്യം വഹിക്കുന്നവരായ നമ്മളുമെല്ലാം നിങ്ങളെല്ലാം നോക്കി നിൽക്കുക മാത്രമേ ചെയ്യൂ. അല്ലാഹു പറയുന്നത് വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ, ആ മരണത്തിന് സാക്ഷിയാവുന്ന നിങ്ങളെക്കാൾ ആ മരിക്കുന്ന മനുഷ്യനിലേക്ക് അടുത്തു നിൽക്കുന്നത് ഞാനാണ്. വനഹ്നു അഖറബു ഇലൈഹി, ആ മരിക്കുന്ന മനുഷ്യനിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഭർത്താവ് മരിക്കുമ്പോ ഭാര്യയല്ല, ഉമ്മ മരിക്കുമ്പോ മക്കളല്ല, മറ്റാരുമല്ല, ഒരു ബന്ധുക്കളുമല്ല, അല്ലാഹുവാണ്. വലാകിൻ, പക്ഷേ ലാ തുബ്സിറൂൻ, നിങ്ങളത് ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മരണത്തിന്റെ വാറണ്ട് എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നറിയില്ല. മുന്നോട്ട് വെച്ച കാൽ അത് വീണ്ടും മുന്നോട്ട് വെക്കാൻ സാധിക്കുമോ എന്നറിയില്ല. നമ്മൾ ഒരു ഉരുള ഭക്ഷണം അത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോ അത് നമ്മുടെ ആമാശയങ്ങളിലേക്ക് എത്തുമോ എന്നറിയില്ല. നമ്മുടെ കയ്യിലെ ഒരു ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് അല്പം കുടിച്ചിറക്കുമ്പോൾ അത് പൂർണ്ണമായും കുടിച്ചിറക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമോ എന്നറിയില്ല. ഇങ്ങനെയാണ് മരണം, നമ്മുടെ കൂടെ പിറപ്പാണ്. എപ്പോഴും ആ വാറണ്ട് നമ്മുടെ മുന്നിലുണ്ട് എന്ന ഒരു ഭയം, അതോടൊപ്പം തന്നെ മരണത്തിനു ശേഷം എനിക്ക് സുന്ദരമായ ഒരു ലോകത്തേക്കാണ് പോവാനുള്ളത് എന്ന ആ ഒരു പ്രതീക്ഷയും നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചില്ലേ, അക്സിറൂ മിൻ സിക്രിൽ മൗത്ത്,
നിങ്ങൾ ഓർക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഓർക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ്. അങ്ങനെ ഓർക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഇന്നഹു യുമഹിസുൽ ദുനൂബ, പാപങ്ങളെ അത് ഇല്ലായ്മ ചെയ്യും. വയുസഹിദു ഫിദ്ദുനിയ, ദുനിയാവിനോട് നിങ്ങൾക്ക് അല്പം വിരക്തി തോന്നാനും ഏറ്റവും നല്ലതാണ് മരണബോധം, മരണചിന്ത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇബാദത്തിന് നശാത്തുണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നശാത്തുൽ ഇബാദ ഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിന് തൃപ്തി ഉണ്ടാക്കി തരും, നമ്മുടെ ആരാധനകൾക്ക് ഒരു ഉന്മേഷം തരും. എന്ത്? മരണത്തെക്കുറിച്ചുള്ള ആ ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ, ഒരു 100 വർഷം കഴിഞ്ഞാൽ, ഇന്ന് 700 കോടിയിലേറെ മനുഷ്യന്മാരാണ് ലോകത്തുള്ളതെങ്കിൽ ഒരു നൂറ്റാണ്ട് അവസാനിക്കുമ്പോ ലോകത്തൊരാളും ഉണ്ടാവില്ല, എല്ലാവരും മണ്ണിൽ കുഴക്കപ്പെട്ടു പോകുമെന്നാണ് പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണത്തെ ഉറപ്പെടുത്തി നമ്മുടെ എല്ലാ ധിക്കാരവും എല്ലാ അഹങ്കാരത്തിനും അറുതി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. فإن رأس 100 سنة منها لا يبقى ممن هو على ظهر الأرض أحد എന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 100 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ ളഹരിൽ അർളി അഹദുൻ, ഈ ഭൂമുഖത്ത് ഒരാളും തന്നെ അവശേഷിക്കുകയില്ല എന്ന ബോധം നമുക്കുണ്ട്, അല്ലേ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വയസ്സു കാലഘട്ടം തന്നെ ജീവിക്കുമോ എന്നറിയില്ല. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ഏജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ? ശരാശരി ആധുനിക ലോകത്തെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 60ലും അല്ലെങ്കിൽ 50ലും ഒക്കെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തെ നമ്മൾ എപ്പോഴും മുന്നിൽ കാണുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു പ്രോസസ്സാണ്, അതിനുള്ള ഒരു പ്രവർത്തനമാണ് മരണം എന്ന ബോധമുണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനെ പേടിച്ചതുകൊണ്ട് മാത്രമായില്ല. മരണത്തിനു ശേഷം വലിയ പ്രതീക്ഷകളാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. എനിക്ക് മരണശേഷം എനിക്ക് ഈ ദുനിയാവിൽ കിട്ടാതെ പോയ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും, അതിന്റെ എല്ലാവിധ ക്വാണ്ടിറ്റിയോടുകൂടിയും ക്വാളിറ്റിയോടുകൂടിയും റഹ്മാനായ റബ്ബ് ആ അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന ആത്മവിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ, അവന്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം പകരുന്നത്. ഇപ്പൊ മരണം എന്ന് കേൾക്കുമ്പോ പേടിക്കാനുള്ളത് തന്നെയല്ല. പേടിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ എല്ലാ അക്ഷരങ്ങളെയും വിശ്വാസത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ക്ലിയർ ആക്കി കൊണ്ടുപോകുമ്പോ ഒരു വിശ്വാസിക്ക് മരണഭയം എന്ന് പറയുന്നത് വളരെ അകലെയായിരിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു, വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുപ്പ് തോന്നുന്നവരാണ് എങ്കിൽ ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ കരിഹല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവിനും വെറുപ്പാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പടച്ചവനെ കണ്ടുമുട്ടുന്ന ഒരു പ്രതിഭാസമാണ് മരണമെങ്കിൽ നമ്മൾ എന്തിന് മരണത്തെ ഭയപ്പെടണം? ഭയപ്പെടേണ്ടതില്ല ഒരു നിലക്ക് പറഞ്ഞാൽ. അതുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒച്ചുവേഗതയിലല്ല, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടി അകലുക, ഓടിച്ചെന്ന് ചേർന്ന് നിൽക്കുക. അള്ളാഹുവിലേക്ക്, പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ചാരി നിൽക്കുക. കാരണം നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തവൻ ആ മരണത്തിന്റെ സമയത്ത് അവനാണെന്നാണല്ലോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വച്ചത്. 56-ാം അധ്യായത്തിലെ 82-ാമത്തെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു കർമ്മത്തിനു വേണ്ടി പടച്ചവനിലേക്ക്, ആ കർമ്മം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ്, നമ്മളിലൂടെ അത് സത്യപ്പെടുത്തപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുക. ഇന്നീലക്കും മിൻഹു നദീറും മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള താക്കീതുകൾ നൽകാൻ വേണ്ടി വന്നവനാണ് ഞാനെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. പ്രവാചകന്റെ ഒരു വചനം, ലൗ തഅലമുൽ ബഹായിമു മിനൽ മൗത്ത് മാ യഅലമു ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒരു മൃഗമെങ്ങാനും മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ മാ അകൽതുഹും മിൻഹാ സമീന, ആ മനുഷ്യന്മാര്
ആ തിന്ന് കുടിച്ച് മതിച്ചു പോകുന്നത് പോലെ ഒരിക്കലും വാരി വലിച്ചു തിന്നുന്ന കറമ്പി ജീവിതം തകർക്കുന്നവരിൽ നിങ്ങൾക്ക് പശുവിനെയും പോത്തിനെയും ഒന്നും, അങ്ങനെ ആടുമാട് ഒട്ടകങ്ങളെ ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവറ്റകൾക്ക് ആ ഒരു ബോധമില്ലല്ലോ. അതുകൊണ്ട് നമ്മളും കന്നുകാലികളും ഒരേ രൂപത്തിലാണോ? നമ്മൾ ഇവിടെ ജീവിച്ച് രസിച്ച് മതിച്ച് അങ്ങനെ എല്ലാറ്റിലും അഭിരമിച്ച് മതിമറന്നു പോവേണ്ടവരല്ല എന്ന ഒരു ബോധമാണ് മരണബോധം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മിഅ്റാജിന്റെ വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശയാത്ര നടത്തി. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായും മനസ്സിലാക്കി തന്റെ മുന്നിലുള്ള ജനപദത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാനന്തര ലോകത്തെക്കുറിച്ച് സംസാരിച്ചു. അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു. ആ കണ്ടതിൽ നിന്ന് എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം എന്താണ് പറഞ്ഞാൽ ചിലതൊന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സ്വീകരിക്കാനോ സാധ്യമല്ലാത്തത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അവിടെ വെച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, ലൗ തഅലമൂന മാ അലമു വലളഹിഖ്തും ഖലീല വലബക്കൈതും കസീറാ. നിങ്ങൾ മനസ്സിലാക്കുന്നവരായിരുന്നുവെങ്കിൽ മാ അലമു, ഞാൻ മനസ്സിലാക്കിയ കാര്യം മരണത്തെക്കുറിച്ചും അതുപോലെ പരലോകത്തെക്കുറിച്ചും ബർസഖിയ ലോകത്തെക്കുറിച്ചുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ മനസ്സിലാക്കിയത് നമ്മളങ്ങ് മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? വലളഹിഖ്തും ഖലീല, അല്പം മാത്രമേ നിങ്ങൾ മതിമറന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. വലബക്കൈതും കസീറ, അധിക സമയവും നിങ്ങൾക്ക് കരയാൻ മാത്രമേ നിങ്ങളുടെ മുന്നിൽ സമയമുണ്ടാകുമായിരുന്നു എന്നാണ്. ഗദ്ഗദകണ്ഠരായിട്ടാണ് പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളെ കണ്ടിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മരണത്തെക്കുറിച്ചും അതിന്റെ രൗദ്രഭാവങ്ങളെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ കണ്ടമിടറി കണ്ണീരൊലിപ്പിച്ച് കരയുന്നവരുടെ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിച്ചു പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ മരണത്തിന്റെ രൗദ്രഭാവങ്ങൾ പല ദിക്കിലും മൂലയിലും നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ, നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല മരണവാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളോട് ചേർന്ന് നിന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. എത്ര പെട്ടെന്നാണ് പലരും നമുക്ക് വേണ്ടപ്പെട്ട എത്ര നല്ല ഉന്നത വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരും പ്രബോധകന്മാരും നമുക്ക് ഇഷ്ടപ്പെട്ടവരായ നമ്മുടെ ബന്ധുമിത്രാദികളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അവിടെയൊക്കെ മയ്യത്തിന് സാക്ഷിയായി നമ്മൾ കടന്നു ചെല്ലുമ്പോ, അവിടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോ നമ്മുടെ വിചാരവും വികാരവും എന്താണ്? ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട നിശ്ചലതയായി കിടന്നു കൊടുക്കേണ്ടവനാണ് ഞാൻ. എന്റെ വീടിന്റെ മുറ്റത്തും ഈ വാറണ്ട് വന്നിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ലാത്ത ഒരു വാഹനം, അത് മിനുക്കി തുടച്ചു നന്നാക്കി എന്റെ വീട്ടിന്റെ മുന്നിൽ ആ വാഹനം കൊണ്ടുവന്ന് നിർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന ചിന്തയാണ് ഓരോ മരണത്തിന്റെ വേളകളിലും ഓരോ മരണ വാർത്ത കേൾക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, മരിച്ചവരെയും കൊണ്ട് നമ്മൾ ശ്മശാന ലോകത്തേക്ക് കടന്നു പോവാറുണ്ട്, അല്ലേ? 100 ആള് നമ്മൾ പോകുമ്പോ 99 ആളും തിരിച്ചു പോരുകയാണ്. അതിൽ ഒരാൾ മാത്രം അവിടെ നിൽക്കുകയാണ്. അതാരാണ്? അത് മരിച്ചുപോയ മനുഷ്യനാണ്. ആ മരിച്ച മനുഷ്യന് നമ്മുടെ കൂടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പിന്നെ വരേണ്ടതില്ല. അദ്ദേഹം ആ ലോകത്തേക്ക്, മീസാൻ കല്ലുകൾ സാക്ഷിയായി നിൽക്കുന്ന ആ ലോകത്തേക്ക്, മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മണ്ണിലേക്ക് ആ മനുഷ്യൻ എന്നേക്കുമായി പോയിരിക്കുകയാണ്. മയ്യത്തിന്റെ കൂടെ പോയ 100 ആളിൽ ഒരാളാണത് ആ ഖബറിലേക്ക് പോയത്. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളാണ് നമുക്ക് എപ്പോഴും ഇടയ്ക്കിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ലോകത്തേക്ക് കണ്ണു തുറക്കുന്ന പ്രതിഭാസമാണ് മരണമെന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. വിശ്വാസിയുടെ മുന്നിൽ മരണമെന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് സുഖനിദ്രയിൽ ലയിക്കാനുള്ള ഒരു പ്രതിഭാസമാണെന്ന് ഏതെങ്കിലും യുക്തിവാദികൾ പറഞ്ഞുവെങ്കിൽ അവർ പൊട്ടന്മാരുടെയും വിഡ്ഢികളുടെയും ലോകത്താണ് ജീവിക്കുന്നത്. സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാ നമ്മള്. ഇന്നും ഇന്നലകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും പറയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. എങ്കിൽ അതിനേക്കാൾ വലിയ സ്വപ്ന ലോകത്തേക്കാണ് മരണമെന്ന പ്രതിഭാസം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നത് എന്ന ബോധമുണ്ടാവണം. ഒരു ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ വിചാരവും വികാരവും ചിന്തയും എന്താണ്?
ആ കുട്ടി എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന, ഗർഭാശയത്തിൽ കിടക്കുന്ന 8 മാസം തികഞ്ഞ ആ കുട്ടിയുടെ ചിന്ത എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ ടാവട്ടത്തിലുള്ള ആ ചെറിയ വീട്, ആ ഗർഭാശയം എന്ന ഉമ്മയുടെ ആ ഗർഭാശയം എന്ന വീട്, അത് മാത്രമാണ് ലോകമെന്നാണോ ആ കുട്ടിയുടെ ചിന്ത? അല്ലല്ലോ, അങ്ങനെ ആയിരിക്കില്ലല്ലോ. അള്ളാഹു അങ്ങനെ ഒരു ചിന്ത ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ആ കുട്ടി അങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ ശരിയാണോ? ആ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വലിയ വിശാലമായ ഒരു ലോകത്തേക്കാണ് എനിക്ക് പോവാനുള്ളത് എന്നത് ആ കുട്ടിക്ക് ഉള്ളറിവായിട്ട് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നത് വേറെ വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുട്ടി എനിക്ക് എല്ലാ കാലവും ഉമ്മയുടെ വയറ്റിൽ തന്നെ കിടക്കാമെന്ന് ആലോചിക്കുന്നത് മണ്ടത്തരമാണ്. മറ്റൊരു ലോകത്തേക്കാണ് ആ കുട്ടിക്ക് കണ്ണു തുറക്കാനുള്ളത്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാൽ അത് വളരെ വിശാലമായൊരു ലോകമാണ്. പച്ചപ്പുകൾ, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ലോകമാണ്. ആ ലോകത്തേക്കാണ് ഉമ്മ പ്രസവിക്കുമ്പോൾ ഓരോ കുട്ടിയും കടന്നു വരുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഖബർ എന്ന് പറയുന്ന ആ മണ്ണറയിലേക്ക് നമ്മൾ പോയാൽ, ആ ഖബറിന്റെ ഉള്ളിൽ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടന്നതുപോലെ ഒന്ന് തിരിഞ്ഞും മറഞ്ഞും കിടക്കാൻ സ്ഥലമില്ലാത്ത ആ മണ്ണറയ്ക്കുള്ളിൽ നമ്മൾ കിടക്കുമ്പോ ആ മണ്ണറ പൊട്ടിവി, അങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് ഇതിനേക്കാൾ വലിയൊരു ലോകത്തേക്ക്, ഈ ദൃശ്യപ്രപഞ്ചത്തിനപ്പുറത്തുള്ള വേറെ ഒരു ദൃശ്യപ്രപഞ്ച ലോകത്തേക്ക് നമുക്ക് കണ്ണു തുറക്കാനുണ്ട്. അതാണ് മരണശേഷം നമ്മൾ ഖബറിലടങ്ങിയാൽ അവിടെ തന്നെ അവശേഷിക്കുന്നവരല്ല എന്ന ചിന്തയാണ് മരണത്തോടുകൂടിയും നമുക്കുള്ളത്. മരിച്ചു കഴിഞ്ഞാലും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ഒക്കെ ആലോചിക്കാനും ചിന്തിക്കുവാനുമാണ് എല്ലാ വ്യക്തിത്വങ്ങളും മഹാന്മാരൊക്കെ തന്നെയും നമ്മളോട് പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ പോലെയുള്ളവർ പറഞ്ഞു, ഖബറിന്റെ മണ്ണിന്റെ ചില സംസാരങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാവാം. മണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഖബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അനബൈത്തു തുറാബ്, അനബൈത്തു ദൂദ്, അനബൈത്തുൽ ളുൽമ, അനബൈത്തു സഖറ, അനബൈത്തുൽ വുസ്അ, അനബൈത്തുൻ നൂർ. ഇങ്ങനെ മഹാനായ ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം മണ്ണിന്റെ, ഖബറിന്റെ സംസാരങ്ങളാണ്. അല്ലയോ, ആ മണ്ണിന്റെ മുകളിലൂടെ നടക്കുന്ന മനുഷ്യനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? മണ്ണ് സംസാരിക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. നമ്മളൊക്കെയും ബുദ്ധിയുള്ളവരാണ്, ആലോചിക്കുക. അനബൈത്തു തുറാബ്, നിനക്ക് വന്ന് കിടക്കാനുള്ള മണ്ണറയാണ് ഞാൻ. അനബൈത്തു ദൂദ്, ഇത് പുഴുക്കളുടെ ലോകമാണ്, നിന്റെ ശരീരം പുഴുക്കൾക്കുള്ളതാണ്. അനബൈത്തുൽ ളുൽമ, അന്ധകാരത്തിന്റെ കൂരാകൂരി ഇരുട്ടിന്റെ ആ ഒരു ലോകമാണ് ഞാൻ. അനബൈത്തു സഖറ, പാറക്കെട്ടുകൾ നിറഞ്ഞ ലോകമാണ് ഞാൻ. അതോടൊപ്പം തന്നെ അനബൈത്തുൽ വുസ്അ, ഞാൻ വിശാലമായൊരു ലോകമാണ് ഞാൻ. അത് ഏറ്റവും പ്രകാശപൂരിതമായൊരു ലോകമാണ്. ഇങ്ങനെ 2 അനുഭവങ്ങളാണ് ഖബറുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ശ്മശാന ലോകത്തേക്ക് കടന്നു ചെന്ന് തന്റെ ഉമ്മയുടെ ഖബറിടം സന്ദർശിച്ച് മറ്റു ഖബറുകളെ സാക്ഷി നിർത്തി ഏതാനും വചനങ്ങൾ പറയുന്നത് ചരിത്രത്തിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും അഹ്ലൽ മഖാബിർ, അല്ലയോ ഖബറാളികളെ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങളിൽ വർഷിക്കുമാറാവട്ടെ. അഖ്ബാറു മാ ഇൻദനാ മിൻകും, നിങ്ങളെക്കുറിച്ച് ചില വൃത്താന്തങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. എന്താണ്? നിങ്ങളൊക്കെ മരിച്ചു പിരിഞ്ഞതിനു ശേഷം നിങ്ങൾ അറിയാത്ത പലതും നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് അന്ന നിസാഉകും ഖദ് തസവ്വജ്ന, നിങ്ങൾ ഭർത്താക്കന്മാരായിട്ടുള്ള അതേ ഖബറാളികളെ, നിങ്ങളുടെ ഭാര്യമാരെയൊക്കെ മറ്റു പലരും വിവാഹം ചെയ്തു പോയി. നിങ്ങൾ അറിയുമോ വിവരം? വഅംവാലുക്കും, നിങ്ങളുടെ ധനം അത് ഖദ് ഖുസ്സിമത്ത്, അതൊക്കെയും ഓഹരി വെക്കപ്പെട്ടു പോയി. നിങ്ങളുടെ മക്കൾക്കിടയിൽ അത് വിഹിതം വെക്കപ്പെട്ടു പോയി. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനായ അലി റളിയല്ലാഹു അൻഹു ചരിത്രം പറയുകയാണ്. സുമ്മ ബകാ, അദ്ദേഹം പൊട്ടി കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, ലൗ ഇസ്തതാഉ അൻ നുജീബു അന്ന ഖൈറ സാദി അത്തഖ്വാ മിൻകും, ഈ ഖബറാളികൾ എന്റെ വാക്കുകൾ കേൾക്കുകയും അതിനെനിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യാൻ അവർക്ക് സാധ്യത ഉള്ളവരായിരുന്നുവെങ്കിൽ, അൻ നുജീബു, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, അന്ന ഖൈറ സാദി അത്തഖ്വാ മിൻകും, അവർ മറുപടിയായി പറയുമായിരുന്നു, നിങ്ങൾ ഭൂമുഖത്ത് ഈ മണ്ണിന്റെ മുകളിൽ വെച്ച് സമ്പാദിക്കുന്നതിൽ ഏറ്റവും ഖൈറായ സമ്പാദ്യം അത് അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ജീവിതമാണ്, തഖ്വയാണ് എന്ന് നമ്മളോട് ആ മരിച്ചുപോയ ഖബറാളികൾ സംസാരിക്കുമായിരുന്നെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമായിരുന്നു എന്നാണ്.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാനുള്ള വിഭവങ്ങളാണ്, ആ മരണലോകത്തേക്ക് കൊണ്ടുപോവാനുള്ള വിഭവങ്ങളാണ് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാക്കി തീർക്കണം. അതിനെന്ത് വേണം? നിറഞ്ഞ ഈമാൻ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയ അർത്ഥ തലങ്ങളെ ഉൾച്ചേർത്ത് വെച്ച ആ ഒരു ബോധത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ ബോധം ഉണ്ടാവുകയില്ല എന്നാണ് ഇടയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കേട്ടാണ് നമ്മൾ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്നിങ്ങോട്ട് പിറന്നു വീണത് എങ്കിൽ അവസാനം നമുക്ക് മൊഴിഞ്ഞ് പറഞ്ഞ് കടന്നു പോവാനുള്ളത് മരണലോകത്തേക്കാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇന്ന് ഒരുപാട് മായം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. വമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിന്റെ മനോമുഖരങ്ങളിലേക്ക് ഇടക്ക് കടന്നു വന്നതാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയകൾ നമ്മളോട് പറയുന്നത്. പടച്ചവനെ കുറിച്ച് പറയാനോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനോ ഇന്ന് പല പുരോഹിതന്മാർക്കും സാധിക്കുന്നില്ല. അവർ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും കൊണ്ടുപോകുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തനിമയും അതിന്റെ മഹിമയും പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതന്മാർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ വിസ്മരിച്ച് തള്ളുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമെന്നും 7 ആകാശങ്ങളും 7 ഭൂമിയും തുലാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും വെച്ചാൽ അതാണ് കനം തൂങ്ങുക എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമുക്ക് അവസാനമായി ചൊല്ലാനുള്ളത്. ആദ്യം നമ്മൾ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ ആ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ ചരകരണങ്ങളായി മാറുന്നുവോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയ തലങ്ങളെ ഉൾച്ചേർത്ത് വെച്ച മരണത്തിന് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്തക്ക് മാത്രമേ നാളെ ഖബറിന്റെ ലോകത്ത് നമുക്ക് തണലായി തീരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. മരണാനന്തരം ഖബറിൽ നിന്ന് ആ ഖബർ പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഏറ്റവും ആദ്യം എന്റെ ഖബറായിരിക്കും പൊട്ടിപ്പിളരുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മണ്ണ് തലയിൽ നിന്ന് തട്ടിമാറ്റി എഴുന്നേറ്റ് വരുന്ന ആ ഒരു രംഗം, മണ്ണിൽ കുടക്കപ്പെട്ട സർവ്വ മനുഷ്യന്മാരും ആ മണ്ണിൽ നിന്ന് ആ അജ്ബുദ്ദനബ് എന്ന് പറയുന്ന വാൽക്കുറ്റിയിൽ നിന്ന് ലോകത്തിന്റെ ശാസ്ത്രത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ പിടുത്തം കിട്ടാത്ത പ്രതിഭാസമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള, ഇറക്കി വെച്ചിട്ടുള്ള ആ അജ്ബുദ്ദനബ് ഉണ്ടല്ലോ, ആ എല്ലിന്റെ പീസ്, മണ്ണ് തിന്നാത്ത ആ എല്ലിന്റെ പീസ്, ശാസ്ത്രത്തിന് ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇന്നേ വരെ അതിനെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടില്ല. ആ എല്ലിന്റെ പീസിൽ നിന്ന് നമ്മളൊക്കെ തന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആകാശഭൂമികളിലുള്ളവരെല്ലാം ഭയപ്പെട്ടു പോയി, ഭയവിഹ്വലരായി പോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇല്ലാ മൻ ശാ അല്ലാഹ്, അള്ളാഹുവിന്റെ മശീഅത്തിന് വിധേയമായവരൊഴികെ. അള്ളാഹുവേ, നിന്റെ മശീഅത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നിറഞ്ഞ മനസ്സോടുകൂടി ആമീൻ പറ, ആമീൻ പറയൂ. നമ്മള് കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ടു കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ളവർ മുഴുവനും ഭയവിഹ്വലരായി പോയില്ല. മൻഷാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർ ഒഴികെ എന്നാണ്. എല്ലാവരും അതേ അള്ളാഹുവിന്റെ മുമ്പിൽ
വിനീത ഭാവത്തോടുകൂടി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം. എല്ലാ അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും എല്ലാ ഭാവങ്ങളും മാറ്റിവെച്ചിട്ട് അങ്ങേറ്റത്തെ വിനയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നവരാകുന്നു എല്ലാവരും എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്. വലിയ വലിയ മാറ്റങ്ങളാണ് ആ ഒത്തോടുകൂടി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. വതറൽ ജിബാൽ, പർവ്വതങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തഹ്സബുഹാ ജാമിദ, അത് ഉറച്ചു നിൽക്കുന്നതാണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. വഹിയ തമുറു മർറസ്സഹാബ്, അതെ, മേഘങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്ന വല്ലാത്തൊരു ദിവസമാണ് ആ ദിവസം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഈ ഭൂമിയുടെ ഡെൻസിറ്റിയെ, അതിന്റെ സമതുലിതാവസ്ഥയെ, അതിന്റെ സന്തുലിതാവസ്ഥയെ പിടിച്ചു നിർത്തുന്ന പാറക്കെട്ടുകൾ മുഴുവനും ചലിക്കുന്ന ഒരു ലോകത്തേക്കാണ് ആ ഒത്തോടുകൂടി അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത്. ഉറച്ചു നിൽക്കുന്നതാണ് ആ പർവ്വതങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അല്ല. കാർമേഘങ്ങൾ ചലിക്കുന്നത് പോലെ അത് നിങ്ങളുടെ മുന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇപ്പോൾ തന്നെ ശാസ്ത്രീയമായി എല്ലാ മലകളും സഞ്ചരിക്കുന്നുണ്ട് എന്നതും തെളിയിക്കപ്പെട്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അന്നാറു ഹഖ്ഖുൻ വൽ ജന്നതു ഹഖ്ഖുൻ, സ്വർഗ്ഗവും ഹഖാണ്, നരകവും ഹഖാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് നിഷേധിക്കുന്ന സർവ്വയുക്തിവാദികളുടെയും മുന്നിൽ, എല്ലാ നിരീശ്വര നിർമ്മതവാദികളുടെയും മുന്നിൽ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമായി ഈ ലോകത്തിന്റെ അവസാനം വന്ന് ഉദയം ചെയ്യുമെന്നാണ്. എന്തെല്ലാം ശാസ്ത്രീയമായ സത്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആ ഭയവിഹുലമായ അന്തരീക്ഷത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, ശ്രദ്ധിക്കൂ നിങ്ങൾ. ആ പ്രതിസന്ധിയുടെ ദിവസത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുകയാണ്. പ്രതിസന്ധി അല്ലെ, വല്ലാത്ത പ്രതിസന്ധി പറയുന്നവരാ നമ്മള്. എങ്കിൽ പരലോകത്തേക്കാൾ വലിയൊരു പ്രതിസന്ധി മുഅ്മിനീങ്ങളെ നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മൾ എന്ത് പ്രതിസന്ധി പറഞ്ഞാലും അതൊക്കെയും വളരെ നിസാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി പരലോകം നമ്മുടെ മുന്നിൽ കടന്നു വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് നോക്കൂ, ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ, ലദൽ ഹനാജിരി കാളിമീന മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. ഇതിൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾ ആ പ്രതിസന്ധി നിങ്ങളുടെ മുന്നിലെത്തുമ്പോ, പരലോകമെന്ന പ്രതിസന്ധിക്ക് മുന്നിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അത് നിങ്ങളുടെ ഹനാജിറിലേക്ക് വരുമെന്നാണ്. നമ്മുടെ തൊണ്ടക്കുടിയിലേക്ക്, കണ്ഠനാളത്തിലേക്ക് ഹൃദയങ്ങൾ കയറി വരുന്ന വല്ലാത്തൊരു ദിവസത്തെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. കാളിമീൻ മാലിൽ ളാലിമീന മിൻ ഹമീം. അതുകൊണ്ട് അക്രമികളായിട്ടുള്ളവർക്ക് മിൻ ഹമീമിൻ, യാതൊരു ഉറ്റ സ്നേഹിതന്മാരുണ്ടാവൂല എന്നാ പറഞ്ഞു. വലാ ഷഫീഇൻ, റെക്കമെൻഡ് നടത്തുന്നവരുണ്ടാവില്ല, അനുസരിക്കപ്പെടുന്നവരുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ന്യൂ ജനറേഷനെ കുറിച്ച് നമുക്കൊക്കെ വല്ലാത്ത ആശങ്കയാണ്. നമ്മുടെ മക്കൾ അവർ ആരുടെ കൂടെയാണ്? മാതാവിന്റെ കൂടെയല്ല, പിതാവിന്റെ കൂടെയല്ല, ജ്യേഷ്ഠന്റെ കൂടെയല്ല, അനുജന്റെ കൂടെയല്ല. വീട്ടിലേക്ക് 2 മണിക്കും 1 മണിക്കും ഒക്കെ കയറി വരുന്ന മക്കൾ, വാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് മാതാവിനും പിതാവിനും ഉറക്കത്തിൽ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന മക്കൾ, ആ മക്കളെ കുറിച്ചാണ് നമ്മൾ വല്ലാതെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അബ്ദുസ്സമദിന്റെ സംസാരത്തിൽ അത് വന്നു പോയിട്ടുണ്ടാവാം, ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇവിടെ ആയത്തുമായി ഒന്ന് തട്ടിച്ചതാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇന്റിമേറ്റ് ഫ്രണ്ടായി, ക്ലോസ് ഫ്രണ്ടായി കാണുന്ന ഒരാളും നിങ്ങളെ സഹായിക്കാൻ ആ പ്രതിസന്ധിയുടെ ലോകത്തുണ്ടാവുകയില്ല. ഹൃദയം തൊണ്ടക്കുഴിയിലെത്തുന്ന ദിവസമാണ്. അള്ളാഹുവാണ് പറയുന്നത്, പ്രപഞ്ചാതീതനായ പടച്ചറപ്പാണ് പറയുന്നത്. ശുപാർശകന്മാരുണ്ടാവും, മഹാന്മാരുണ്ടാവും, മഹത്തുക്കളുണ്ടാകും. അവരുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടാമെന്ന മിഥ്യാധാരണയുണ്ടെങ്കിൽ ഈ ലോകം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ഏതെങ്കിലും വ്യക്തികളാണ്? അതെ, ആ മഹാന്മാരാണ്. മഹാന്മാരുടെ
ആത്മാവുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാനോ ആ ലോകത്തേക്ക് ഒരാളും കടന്നു വരികയില്ല. അവിടെ നിങ്ങൾ അനുസരിക്കുന്നവരായിട്ട് ഒരാളും ഉണ്ടാവുകയില്ല എന്ന് റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അതുകൊണ്ട് സ്വർഗവും നരകവും മുമ്പിൽ കാണുന്ന ആ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അവിടെ ചെന്നിട്ട് നമുക്കതിനെ കുറിച്ച് സംസാരിക്കാൻ സമയമുണ്ടാവില്ല, ചിന്തിക്കാൻ സമയമുണ്ടാവില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, എന്താ നിങ്ങൾ വിചാരിച്ചത്? നരകത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താണ്? ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തിന്റെ മേൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല കേട്ടോ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ കടുത്ത ചൂടിൽ നിന്ന് നമ്മൾ ഒരു ആശ്വാസം കാണാൻ വേണ്ടി ഏസിക്കുള്ളിൽ പോയി നിന്നിട്ടും AC ഇട്ടിട്ടും ശീതീകരിച്ചിട്ടും നമ്മൾ വിയർത്തൊലിക്കുന്ന കടുത്ത ചൂടാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് സമയം അതേ നട്ടുച്ച വെയിലിൽ പുറത്തിറങ്ങി നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മളാണോ? നരകം എനിക്ക് പ്രശ്നമല്ല, നരകം എനിക്ക് പ്രശ്നമല്ല, അതൊക്കെ നിങ്ങൾ പറയുന്ന കെട്ടുകഥകളാണെന്ന് പറയുന്നത് എങ്കിൽ, ചെറുപ്പക്കാരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും യുക്തിവാദിയുടെ യുക്തിയില്ലാത്ത വാദത്തിൽ പെട്ടുപോയെങ്കിൽ രക്ഷപ്പെടണേ. ഈ ലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളോ നിങ്ങളുടെ സഹായികളോ ഉണ്ടാവുകയില്ല. ഇതിൽ അഗ്ലാലു ഫീ അഗ്നാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ചങ്ങലകൾ കൊണ്ട് പിരടിയിലും അതുപോലെ തന്നെ കൈകാലുകളിലുമൊക്കെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് യുസ്ഹബൂൻ, വലിച്ചിഴച്ച് ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫിൽ ഹമീം, എന്നിട്ട് വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ട് തിളച്ചുമറിയുന്ന ആ വെള്ളത്തിലേക്ക് കൊണ്ടുപോയിടുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. തിളച്ചുമറിയുന്ന ഹമീം എന്ന് പറയുന്ന ആ വെള്ളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി എറിഞ്ഞിട്ട് സുമ്മ ഫിന്നാർ, പിന്നെ അവിടെ നിന്ന് വലിച്ചിഴച്ച് അവനെ കൊണ്ടുപോയി നരകത്തിലേക്ക് എറിയും. യുസ്ജറൂൻ, അവിടെ അവൻ വെന്തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ആ ലോകത്തെക്കുറിച്ചുള്ള സൂചനകളും ചിന്തകളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ള ഈ ചെറിയ ലോകമല്ല നമുക്ക് ജീവിക്കാനുള്ളത്. ഇതിനേക്കാൾ എത്രയോ ഗംഭീരമായ, നമ്മുടെ കണ്ണുകൾക്കോ മനസ്സിനോ നമ്മുടെ കാതിനോ ഒന്നും തന്നെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാവിധ സുഖഭോഗങ്ങൾ കൊണ്ടും നിറക്കപ്പെട്ട സുന്ദരമായ ഒരു ലോകത്തേക്കാണ്, ക്ഷണികമായ ഈ ലോകത്ത് നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ ചെയ്തു വെച്ച എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അവിടെ നമ്മൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സംശയം വേണ്ട, ശങ്ക വേണ്ട. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ എന്തെല്ലാം ഖൈറായ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം ഖൈറായി തന്നെ നിങ്ങൾ കാണുന്നതാണ്. ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഖൈറൻ, അത് ഖൈറായി തന്നെ നിങ്ങൾ കാണും. വഅല്ലമ അജ്റ, ഏറ്റവും വലിയ പ്രതിഫലമായി നിങ്ങളുടെ മുന്നിൽ അത് കുന്നുകൂടി നിൽക്കുന്നതാണ്. എന്ത് വേണം നമ്മൾ? വസ്തഗ്ഫിറൂഹു ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക എന്നാണ്. നന്മ ചെയ്ത നമുക്ക് എന്താ ചെയ്യാനുള്ളത്? മരണം വരുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കാനാണ് അല്ലാഹു ആയത്തുകളിലൂടെ നമ്മളോട് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ആ പ്രവാചകൻ ചെയ്തു തീർക്കേണ്ട പ്രവാചകന്റെ ഔദൗത്യം പൂർത്തീകരിച്ച് മരണത്തോടടുത്തപ്പോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പോകാനുള്ള ലോകത്തേക്ക് ഇസ്തിഗ്ഫാറോടുകൂടിയാണ് നമ്മൾ പോവേണ്ടത്. അള്ളാഹു അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു കാര്യവും ഏറ്റെടുക്കുകയോ പൊറുക്കുകയോ ഇല്ല. അതുകൊണ്ട് ഇത്തരം ആയത്തുകളിലൊക്കെ തന്നെയും അള്ളാഹു പറയുന്നത് വസ്തഗ്ഫിറൂഹു, അവനോട് പൊറുക്കലിനെ തേടുക എന്നാണ്. കാരണം എന്താണ്? ഹിയ ജന്നത്തുൻ ത്വാബത്തു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. മഹാന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ് സ്വർഗ്ഗത്തെക്കുറിച്ച്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹിയ ജന്നത്തുൻ, ആ സ്വർഗ്ഗലോകം, ത്വാബത്തു വത്വാബ നഈമുഹാ, അത് എത്ര സുന്ദരമാണ്, അതിലെ അനുഗ്രഹങ്ങൾ എത്ര സുന്ദരമാണ്. വനഈമുഹാ ബാഖിൻ, അതാണ് എന്നെന്നും ശേഷിക്കുന്നത്, അവശേഷിക്കുന്നത്. വലൈസ ബിഫാനി, അതിന് നാശമില്ല. അതുകൊണ്ട് അലാ അറിയുക, ഇന്ന സിൽഅത്തല്ലാഹ്, ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ചരക്കുണ്ട് നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചെടുക്കാൻ. അതെന്താണ്? നമ്മുടെ വിഭവങ്ങളല്ല, മക്കളല്ല, നമ്മുടെ വാഹനങ്ങളല്ല, നമ്മുടെ വീടല്ല, നമ്മുടെ അസറ്റ് ഒന്നുമല്ല.
അള്ളാഹുവിൽ വിശ്വാസമുള്ളവരോട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, അറിയണം നിങ്ങൾ, അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, ആ സ്വർഗമാണ് ഏറ്റവും വലിയ ചരക്ക്, അത് പിടിച്ചടക്കാനാണ്. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ധൃതിപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖും സാധ്യതകളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.